അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കും. ഹമാസ് തീവ്രവാദികൾക്ക് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത്രയും നാൾ പറഞ്ഞതുപോലെ ആയിരിക്കില്ല ഇനി പ്രവർത്തിക്കുന്നത്. ഹമാസ് ഇസ്രായേലിന് നേരെ ആക്രമിക്കാനുള്ള മനോഭാവം മുന്നോട്ട് വയ്ക്കുന്നതിൽ അത് അവിടെ ഒരു വലിയ തിരിച്ചടിക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഇനി വലിയ തിരിച്ചടികൾ നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മധ്യ പൗരസ്ത്യ ദേശത്ത് ഇപ്പോൾ സമാധാനമുണ്ട്. ഹമാസുമായി ഞങ്ങൾ ഒരു കരാറിൽ ഏർപ്പെട്ടു. അവർ ഇനി വളരെ നല്ല രീതിയിൽ തന്നെ പെരുമാറും. അങ്ങനെ അല്ല എങ്കിൽ ഞങ്ങൾ അവരെ ഉന്മൂലനം ചെയ്യുമെന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതവർക്ക് വ്യക്തമായി അറിയാമെന്നും അദ്ദേഹം പറയുന്നു. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന ഇസ്രായേലിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ട്രംപ് ഇത്തരത്തിലൊരു വാക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നല്ല രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള മരുന്ന് തങ്ങളുടെ പക്കൽ ഉണ്ടെന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. ആദ്യം മുതൽക്കേ തന്നെ ആയുധം താഴെ വെച്ചുകൊണ്ട് വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ അവർ വിസമ്മതം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെ ഇത്തരമൊരു ഗൂഢലക്ഷ്യം, അതായത് ഇത്തരത്തിലൊരു ഗൂഢലക്ഷ്യം ഇതിന് പിന്നിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ പതിയിരിപ്പുണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിപ്പോൾ ഇസ്രായേലിന് നേരെ അവർ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിൽ കടന്നു കയറി ഹമാസ് ധാരാളം ആളുകളെ കൊന്നൊടുക്കുകയാണ് ചെയ്തത്. അവർ അക്രമാസക്തരായ ആളുകളാണ്. പക്ഷെ അവർക്കിപ്പോൾ ഇറാന്റെ പിന്തുണയില്ല എന്നും അവർക്ക് ഇനി ആരുടെയും പിന്തുണയില്ല. അവർ ഇനി നല്ല രീതിയിലായിരിക്കണം. നല്ലവരായില്ല എങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുമെന്നാണ് ട്രംപ് കൂട്ടിച്ചേർത്തത്. വാഷിംഗ്ടണിലെ ഓവൽ ഓഫീസിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായ ആന്റണി അൽബാസിനോടൊപ്പം തന്നെ അദ്ദേഹം സംസാരിക്കുന്ന വേളയിലാണ് അവിടെ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്ന വേളയിലാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മേഖലയിൽ സമാധാനം ഉറപ്പിക്കാൻ വേണ്ടി US സൈന്യത്തെ വിന്യസിപ്പിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പാലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഗാസയിലെ സാധാരണക്കാരെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി US തന്നെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. ഇത് സംബന്ധിച്ച് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ ലഭിച്ചതായും വ്യക്തമാക്കുന്നു. ഹമാസിന്റെ ഈ നീക്കം ഗാസയിലെ വെടിനിർത്തൽ കരാറിനെ ഗുരുതരമായി ബാധിക്കുകയും അത് ലംഘിക്കുകയും സമാധാന ചർച്ചയിലൂടെ തന്നെ നേടിയെടുത്ത പുരോഗതിയെ തടസ്സപ്പെടുത്തുമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയതാണ്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടുകൂടി തന്നെ ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങി തുടങ്ങിയതോടുകൂടി തന്നെ പ്രദേശത്തിന്റെ നിയന്ത്രണം സ്വന്തമാക്കാൻ ഹമാസ് നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. 8 പേരെ പരസ്യമായി വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ഹമാസിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ഇത് സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിലാണ് പ്രചരിച്ചത്. ഇതിനിടെയാണ് ഹമാസ് പാലസ്തീനെ അവിടുത്തെ സാധാരണക്കാരെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നതായിട്ടുള്ള സൂചനകളടക്കം പുറത്തു വന്നിരിക്കുന്നതായി അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്നത്. ഗാസയിലെ സാധാരണക്കാരെ ആക്രമിക്കാനുള്ള പദ്ധതിയുമായി തന്നെ ഹമാസ് മുന്നോട്ട് പോയാൽ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കുവാനും വെടിനിർത്തൽ നിർത്തലാക്കുവാനും നടപടികൾ സ്വീകരിക്കുമെന്നിപ്പോൾ US വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഗാസയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും സമാധാനം നിലനിർത്തുവാനും മേഖലയിലെ സമാധാനവും സമൃദ്ധിയും ഒക്കെ തന്നെ വളർത്തുവാനും അമേരിക്കയും മറ്റ് ഉറപ്പ് നൽകുന്ന രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണ് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം പിന്മാറിയതോടുകൂടി തന്നെ പാലസ്തീനികളെ ഹമാസ് ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ചെയ്തത്. അതുപോലെ ഇസ്രായേൽ സൈന്യത്തെ സഹായിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ആക്രമണം ഉണ്ടാക്കുന്നതായും വ്യക്തമാക്കിക്കൊണ്ട് ചില വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.